ഹലോ, എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ ഒരു മുതിര ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അമേസിങ് ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുക അമേസിങ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറുതെ പറയുകയാണെന്ന് ഒരിക്കലും അല്ല, ഇത് അമേസിങ് തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കഴിയുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഇത്രയും കാലം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന്. ഞാനിവിടെ ഒരു 100 ഗ്രാം മുതിരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങും. നമ്മൾ കടുകൊക്കെ വറുക്കുമ്പോൾ കടുക് പൊട്ടില്ല, അതേമാതിരി ഈ മുതിരയും കൂടെ പൊട്ടാൻ തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പാകമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നന്നായിട്ടൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ട ചമ്മന്തിക്ക് വേണ്ടുന്ന കുറച്ച് കൂട്ടും കൂടെ ഉണ്ട്, അതും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. സെയിം അതേ പാത്രത്തിലേക്ക്, ആ പാത്രത്തിന് ചൂടുള്ളത് കൊണ്ട് നമ്മളൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല എരിവുള്ള മുളകും നല്ല കളറുള്ള മുളകുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഞാനൊന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയത്. അതുകൂടി ഇട്ടൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 10-15 ചെറിയ ഉള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ മുതിര എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഈ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി കൂട്ടിയിട്ടുള്ളവരൊക്കെ ഉണ്ടോ? അപ്പോൾ അതേ ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പം ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ മുതിര ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ഒരു 5 കഷ്ണം വെളുത്തുള്ളി അല്ലിയും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ആ മുതിര ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതല്ലേ. അതുകൊണ്ട് വറുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. വളരെയധികം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് കഞ്ഞിയും ചോറൊക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി, വേറെ ഒരു കറിയും വേണ്ട. ഈ മുതിര ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള കറികളൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിന് മുമ്പായിട്ട് നമ്മളൊരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. വാളൻ പുളിയാണ്. അതുകൂടി നമ്മളിതുപോലെ പിച്ചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് മിക്സിയിൽ ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇതിന്. ഒട്ടും സഹിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ആ പണ്ടത്തെ ആ ഒരു തേങ്ങ ചുട്ടെടുക്കുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ, അത് കൂട്ടിയൊരു ചമ്മന്തി അരയ്ക്കുന്നുണ്ട് പണ്ട് കാലത്തുള്ളവരൊക്കെ. അതിനേക്കാൾ ബെറ്ററാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ചില കറികളൊക്കെ കാണുമ്പോഴേ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇത് ഉണ്ടാക്കണം. ഇഷ്ടമായ ലൈക്കും കമൻറ്റും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബും കൂടി ചെയ്യണേ.